കടകളിൽ ബിരിയാണിയുടെ കൂടെ തരുന്ന നാരങ്ങാച്ചാർ ഉണ്ടല്ലോ, അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്, ഒരുപാട് അങ്ങ് മൂത്ത് വരണ്ട. ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ചേർക്കുന്നത്, ഞാൻ കാന്താരി മുളകാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്ന് കഴിക്കുമ്പോൾ ഇമാതിരി ഐറ്റം ഒന്നും ആ അച്ചാറിൽ ഉണ്ടാകാറില്ല. ഇനി ഇതിലേക്ക് ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചതാണ് ഇടുന്നത്. അതിനുശേഷം 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയാണ് ചേർക്കുന്നത്. കശ്മീരി മുളക് പൊടി തന്നെ എടുക്കാൻ ശ്രമിക്കുക, എങ്കിൽ ആ ഒരു കളറൊക്കെ കിട്ടത്തോളൂ. പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും തീ നന്നായിട്ട് കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നാരങ്ങയാണ് ചേർക്കുന്നത്. നാരങ്ങ ഞാൻ 1 മാസത്തോളം ഉപ്പിട്ട് വെച്ചേക്കുമായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പൊ ഈ ഉപ്പിട്ട് വെക്കുമ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നത്. നമ്മൾ ആ കടയിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു സെയിം നാരങ്ങ അച്ചാർ കിട്ടുന്നത്. നാരങ്ങ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചാറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ കണ്ടിട്ടില്ല, കുറച്ച് ചാറുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ട നാരങ്ങ ആയതുകൊണ്ട് ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം പിന്നെ ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും പുതിയ പുതിയ റെസിപ്പികളായിട്ട് അടുത്ത വീഡിയോ കാണാമേ.